ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. ഇന്ന് കർക്കിടകത്തിൽ അമാവാസി ദിവസമായിട്ടുള്ള കർക്കിടക വാവാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല, കാരണം നമ്മൾ അകത്ത് വെച്ച് കൊടുക്കലും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തറവാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ രാവിലെ തന്നെ വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് മൂത്തമ്മ. അപ്പോൾ ഞാനും കണ്ണനും കൂടെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുഴയാൽ ഇങ്ങനെ വെറുതെ വന്നിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ്. രാവിലെ തന്നെ അടിപൊളിയായിട്ടുള്ള മഴയാണ് ഉണ്ടായത്. രാവിലെ മഴ പെയ്യാന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം ഫുള്ള് എനിക്കൊരു മടി പിടിച്ച പോലെ ഉണ്ടാകാം. രാവിലെ നല്ല വെയിലൊക്കെ ആയിരുന്നെങ്കിൽ നല്ല ഉഷാറോടെ എല്ലാ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അമ്മ രാവിലെ അടുക്കളയിൽ ഭയങ്കര തിരക്കിലാണ്. ഗോതമ്പൊക്കെ കുതിർത്തിട്ട് അരച്ചിട്ടുണ്ടാക്കുന്ന ദോശയാണ് ഇന്നത്തെ സ്പെഷ്യൽ, അതും ചെറുപയർ കറിയും. അപ്പോൾ ഇത് തലേന്ന് രാത്രി കുതിർത്ത് വെക്കണം, പിറ്റേന്ന് രാവിലെ അരച്ച് നല്ല ഇതേപോലെ തന്നെ നേരിയ ദോശയാക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഈ ഒരു ദോശ തിന്നുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഡെയിലി മോർണിംഗ് ആയിട്ട് ഇതാണ് ഉണ്ടാവുക. അപ്പം ഇത് കഴിക്കുന്ന സമയം എനിക്ക് ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇതും ചെറുപയർ കറിയും ഭയങ്കര സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് മെല്ലിനെ റെഡിയായി നമ്മൾ അമ്മേൻ്റെ തറവാട്ടിലോട്ട് പോകാട്ടോ. ഇന്ന് അവിടെ അകത്ത് വെച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ബസ് ഇറങ്ങി നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് വീട്ടിലേക്ക് വിട്ടുട്ടാ. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും സെറ്റാക്കി മാമനും മാമിയും ഒക്കെ വെയിറ്റിംഗ് ആയിരുന്നേ. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം വെച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ. ഇങ്ങനെ അകത്ത് വെച്ച് കൊടുക്കുന്ന പരിപാടിയിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഗോതമ്പ് പായസം കുടിക്കാൻ പറ്റും. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഗോതമ്പ് പായസം. കഴിഞ്ഞ വാവിന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു പായസത്തിൽ ഒന്നാണ് ഗോതമ്പ്. അപ്പോൾ അത് ആ ഒരു പരിപാടിക്ക് വെക്കുന്നതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, എനിക്കത് കുടിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എന്തോ പാലടയോ അല്ലെങ്കിൽ പാൽപ്പായസവും അതൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും അതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പായസം. വിരുന്നിന് പോയാൽ പിന്നെ ചായ പ്രധാനമല്ലേ, അതുകൊണ്ട് തന്നെ മാമൻ്റെ മോള് വരുമ്പോൾ കുറച്ച് ചായക്കടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം കുഞ്ഞാവേനെ എടുത്ത് കളിപ്പിച്ചു. ഇതാണ് നമ്മളെ ഹസൽവാവ. ഈ മോളുട്ടിയുടെ ചോറൂണാണ് പറശ്ശിനി നടയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോവാത്തോണ്ട് തന്നെ മാമി എടുത്ത വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. ഞാൻ അങ്ങനെ തട്ടിക്കൂട്ടി ഒരു വീഡിയോ സെറ്റ് ആക്കുക ചെയ്തത്. എന്നാലും അത്യാവശ്യം കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അവളെ നന്നായിട്ട് അങ്ങ് കവർ ചെയ്ത്. പണ്ടൊക്കെ അമ്മേന്റെ വീടായിട്ടുള്ള തലശ്ശേരിയിൽ പോകുന്നത് മാത്രം ഓർമ്മയുണ്ടാവും, കാരണം തിരിച്ചു വരാൻ നേരം ഉറങ്ങിയിട്ടുണ്ടാവുക. അവിടുന്ന് കയറുമ്പോൾ തന്നെ ഉറങ്ങും. പിന്നെ വീട്ടിലെത്തുമ്പോൾ അമ്മ വിളിക്കുന്ന സമയത്താണ് ഞാനറിയാം, ഓ വീട് എത്തിയല്ലോ. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ് എനിക്ക് എപ്പോഴും അവിടെ പോകുമ്പോൾ. കുഞ്ഞുവാവ ആയതുകൊണ്ട് തന്നെ കണ്ണപ്പൻ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. അവൻ എങ്ങനെയായാലും അവളെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലായിരുന്നു. തലശ്ശേരി വന്നാൽ സമയം പോകുന്നതേ അറിയില്ല. കുറെ നേരം അവിടെ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചു പോയതാ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിന്റെ വൈകുന്നേരമായി. പിന്നെ നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങിയിട്ടാ. വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ലേശം ടേസ്റ്റ് ചെയ്തു, ബാക്കി മാമി തന്നു വിട്ടു. കണ്ണപ്പന് പിന്നെ ഈ വക പായസങ്ങളൊന്നും പറ്റൂല, അവൻ ആകെ പാൽപ്പായസം മാത്രമേ കുടിക്കുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ഒന്ന് കയറി നോക്കി വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ളൂ. വീണ്ടും കാണാം. ബൈ.